ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ്. സാധാരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തോറ്റവർ വീട്ടിൽ പോകും, ജയിച്ചവർ സത്യപ്രതിജ്ഞ ചെയ്യും. എന്നാൽ നമ്മുടെ ബംഗാളിൽ ഇതൊന്നുമല്ല നടക്കുന്നത്. അവിടെ പരാജയം എന്നാൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാത്രമാണ്. 207 സീറ്റുമായി BJP ജയിച്ചു നിൽക്കുമ്പോൾ വെറും 80 സീറ്റും പിടിച്ച് മമത പറയുന്നു, ഞാൻ പോകില്ല, ഈ കസേര എന്റെ തറവാട് സ്വത്താണെന്ന്. ജനാധിപത്യം എന്നാൽ ജനങ്ങളുടെ വിധിയാണെന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ദീദിയുടെ നിഘണ്ടുവിൽ ജനാധിപത്യം എന്നാൽ ഞാൻ വിചാരിക്കുന്നത് മാത്രമെന്നാണ്. ഇനി ദീദിയുടെ പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് വരാം. വോട്ടിംഗ് മെഷീനിലെ ചാർജ്, അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും EVM-ൽ 90% ചാർജ് എങ്ങനെ ബാക്കിയുണ്ടെന്നാണ് ദീദിയുടെ സംശയം. ആപ്പിൾ ഫോൺ പോലും നൽകാത്ത ഗ്യാരണ്ടിയാണ് ദീദി ഇവിടെ EVM ബാറ്ററിക്കായി ചോദിക്കുന്നത്. വോട്ട് ചെയ്യുമ്പോൾ ചാർജ് തീരണമത്രേ. അത് ചാർജ് തീർക്കാൻ നോക്കി നടത്തുന്ന ടോർച്ച് ലൈറ്റ് അല്ല, വോട്ട് രേഖപ്പെടുത്തുന്ന മെഷീനാണ്. പോളിംഗ് കമ്മീഷൻ സ്പെഷ്യൽ ചാർജർ ഇട്ട് BJP ജയിപ്പിച്ചു എന്നാണ് ദീദിയുടെ കണ്ടെത്തൽ. തോൽക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അതിലൊരു മിനിമം നിലവാരമൊക്കെ വേണ്ടേ? അടുത്ത തവണ ഒരു വോട്ട് ചെയ്യുമ്പോഴും EVM ഓരോ ശതമാനം ചാർജ് കുറയുന്ന രീതിയിൽ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അപേക്ഷിക്കാം. എങ്കിലും ദീദിക്ക് സമാധാനമാകുമല്ലോ. ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യമല്ല, വെറും വാശിയാണ്. 207 സീറ്റ് കിട്ടിയ BJP സർക്കാർ ഉണ്ടാക്കാൻ തയ്യാറെടുക്കുമ്പോൾ 80 സീറ്റിൽ കമിഴ്ന്നു വീണിട്ടും താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന വാശിയിലാണ് മമത. സാധാരണ തോറ്റാൽ പെട്ടിയും മടക്കി വീട്ടിൽ പോകുന്നതാണ് മര്യാദ. പക്ഷേ ദീദിയുടെ നിഘണ്ടുവിൽ രാജി എന്ന വാക്കേയില്ല. ഗവർണർ RN രവി വിളിക്കുന്നു, കേന്ദ്രം വിളിക്കുന്നു, നിയമ വിദഗ്ധർ വിളിക്കുന്നു, ദീദി മാത്രം ഫോൺ എടുക്കുന്നില്ല. മെയ് 6 കഴിഞ്ഞാൽ ദീദി വെറും ഒരു മുൻ മുഖ്യമന്ത്രിയാകുമെന്ന് നിയമവിദഗ്ധർ പറയുന്നു. എന്നാൽ ദീദിയുടെ കണക്കിൽ കലണ്ടറും ഭരണഘടനയും ഒക്കെ വെറും കടലാസാണ്. 80 സീറ്റ് കിട്ടിയ ആൾക്ക് എങ്ങനെ മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ധാർമ്മിക വിജയം എന്നാണ്. ആ ധാർമ്മികതയുടെ വലിപ്പം നോക്കണേ. 207 വലുതാണോ 80 വലുതാണോ എന്ന് ചോദിച്ചാൽ ബംഗാളിൽ ഇപ്പോൾ ഉത്തരം 80 എന്നാണ്. ഗവർണർ പുറത്താക്കാൻ നോക്കുമ്പോൾ പടിയിറങ്ങാൻ മടിക്കുന്ന ദീദിയുടെ അവസ്ഥ കണ്ടാൽ തോന്നും ആ കസേരയിൽ ഫെവിക്കോൾ ഇട്ട് ഒട്ടിച്ചതാണെന്ന്. തോൽവി സമ്മതിക്കാത്ത ദീദിയുടെ അനുനായികൾ തെരുവിലുണ്ട്. അവർക്ക് സമാധാനം എന്നാൽ എന്താണെന്ന് കേന്ദ്രസേന പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരികയാണ്. ബംഗാൾ കത്തുന്നത് കണ്ടിട്ടും അധികാരം വിട്ടൊഴിയില്ല എന്ന വാശി. സത്യത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമല്ല, ഇതൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ്. തന്റെ പഴയ പ്രതാപം അസ്തമിച്ചെന്ന് സമ്മതിക്കാൻ ദീദിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ആക്രമണം അഴിച്ചുവിട്ട് ഭരണം നിലനിർത്താമെന്നത് പഴയ തന്ത്രമാണ്. ഇപ്പോൾ കാലം മാറി. ജനങ്ങൾ വോട്ട് ചെയ്തത് മാറ്റത്തിനാണ്, അല്ലാതെ ദീദിയുടെ വാശി തുടരാനല്ല. 207 സീറ്റ് കിട്ടിയ BJP ജയിച്ചു എന്ന് ലോകം മുഴുവൻ പറയുമ്പോഴും 80 സീറ്റ് കിട്ടിയ താൻ തന്നെയാണ് ജയിച്ചതെന്ന് വാദിക്കുന്ന ദീദിയെ സമ്മതിക്കണം. ജനാധിപത്യം എന്നാൽ ജനവിധി മാനിക്കലാണെന്ന് നമ്മളൊക്കെ കരുതി. പക്ഷേ ദീദിയുടെ കാര്യത്തിൽ അത് കസേരയിൽ പശയിട്ട് ഒട്ടിയിരിക്കലാണ്. ആദ്യം നമുക്ക് ആ ബാറ്ററി ലോജിക് ഒന്ന് പരിശോധിക്കാം. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മെഷീനിൽ 90% ചാർജ് എങ്ങനെ ബാക്കിയായി എന്നതാണ് ചോദ്യം. വോട്ടെണ്ണി കഴിയുമ്പോൾ മെഷീൻ ചാർജ് തീർന്ന് ഓഫാക്കണമെന്നാണോ നിയമം? ഇത് വോട്ടിംഗ് മെഷീനാണ്, അല്ലാതെ ദീദിക്ക് വോട്ട് കുറയുമ്പോൾ BP കൂടുന്നത് പോലെ ചാർജ് കുറയുന്ന സാധനമല്ല. തോൽക്കാൻ പോകുന്ന കാര്യം നേരത്തെ അറിഞ്ഞതുകൊണ്ടാണോ എന്തോ ഇപ്പോൾ ഓരോ മുടന്ത ന്യായങ്ങൾ തപ്പി നടക്കുകയാണ്. അടുത്ത തവണ ഓരോരുത്തർ വോട്ട് ചെയ്യുമ്പോഴും മെഷീനിൽ നിന്ന് ഓരോ പടക്കം പൊട്ടുന്ന സിസ്റ്റം കൊണ്ടുവരണമെന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയാം. എങ്കിലും ദീദിക്കൊരു തൃപ്തിയാകുമല്ലോ. ഇനി ഭൂരിപക്ഷം പോയാൽ മുഖ്യമന്ത്രി രാജിവെക്കണം, അതാണ് മര്യാദ. പക്ഷെ ദീദിക്ക് മര്യാദയേക്കാൾ വലുത് മുഖ്യമന്ത്രി എന്ന ബോർഡാണ്. ഗവർണർ വിളിക്കുമ്പോൾ ദീദിക്ക് മൈഗ്രെയിൻ ആണോ അതോ വഴി അറിയില്ലാത്തതാണോ? ആർട്ടിക്കിൾ 164 അനുസരിച്ച് ഗവർണർക്ക് നിങ്ങളെ പുറത്താക്കാം എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ എന്നാൽ ദീദിക്ക് വെറും പത്രത്തിലെ വാർത്ത മാത്രമാണ്. കേന്ദ്ര സർക്കാർ നിയമ വഴികൾ നോക്കുന്നു, ഗവർണർ ആലോചിക്കുന്നു. ദീദി മാത്രം ഒന്നും അറിയാത്ത ഭാവത്തിൽ പഴയ കസേരയിൽ തന്നെ. പിന്നെ PDD ആചാരി പറഞ്ഞൊരു കാര്യമുണ്ട്, മെയ് 6 കഴിഞ്ഞാൽ ദീദിക്ക് മുഖ്യമന്ത്രി എന്ന ലേബൽ ഉണ്ടാകില്ലെന്ന്. അതായത് സാങ്കേതികമായി പറഞ്ഞാൽ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കുന്നത് അനധികൃത കയ്യേറ്റം പോലെയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നത് പോലെയാണ് ദീദി ഇതിനെ കാണുന്നത്. ബംഗാൾ എന്നത് തന്റെ തറവാടാണെന്നും അവിടെ താൻ പറയുന്നതാണ് നിയമം എന്ന് വിശ്വസിക്കുന്ന ദീദിക്ക് ജനങ്ങൾ നൽകിയ 80 സീറ്റ് എന്ന വലിയ തിരിച്ചടി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പരാജയം സമ്മതിക്കാതെ അണികളെ തെരുവിലിറക്കി ആക്രമണം കാണിക്കാനാണ് ദീദിയുടെ നീക്കമെങ്കിൽ അവിടെ കേന്ദ്രസേന തയ്യാറായി നിൽപ്പുണ്ട്. തോൽക്കുമ്പോൾ അന്തസ്സായി പടയിറങ്ങുന്നതാണ് ഒരു നേതാവിന് ചേരുന്നത്, അല്ലാതെ വോട്ടിംഗ് മെഷീനിലെ ചാർജ് നോക്കിയും ഗവർണറെ പേടിച്ചും ഒളിച്ചോടുന്നത് ചേരുന്നതല്ല. ബംഗാളിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി കഴിഞ്ഞു. ഇനി ആ പഴയ വാശിയും പിടിച്ചു വെച്ച് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ നോക്കിയാൽ ചരിത്രം നിങ്ങളെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. സമയം കഴിഞ്ഞു, ഇനി ആ കസേര ഒന്ന് ഒഴിഞ്ഞു കൊടുക്കൂ എന്നാണ് ബംഗാളിലെ ജനങ്ങൾ പറയുന്നത്. സത്യത്തിൽ ബംഗാളിലെ ഈ ഫലം വെറുമൊരു തിരഞ്ഞെടുപ്പ് തോൽവിയല്ല,
മറിച്ച് അഹങ്കാരത്തിന് ജനങ്ങൾ കൊടുത്ത കരണത്തടിയാണ്. ഞാൻ പറഞ്ഞാൽ ബംഗാൾ കേൾക്കണം, ഞാൻ ചെയ്യുന്നതാണ് നിയമം എന്നൊക്കെയുള്ള ദീദിയുടെ ആ പഴയ അഹങ്കാരത്തിന് ജനങ്ങൾ ബാലറ്റ് പെട്ടിയിലൂടെ മറുപടി നൽകി കഴിഞ്ഞു. അധികാരം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ജനങ്ങളെ മറക്കുന്ന ഭരണാധികാരികൾക്ക് ചരിത്രം എന്നും ഇങ്ങനെയുള്ള പണികളാണ് കൊടുക്കാറുള്ളത്. 207 സീറ്റുകൾ നൽകിക്കൊണ്ട് BJPയെ ജനങ്ങൾ സ്വീകരിച്ചത് ദീദിയുടെ ഭരണത്തോടുള്ള മടുപ്പ് കൊണ്ടാണ്. എന്നിട്ടും EVMൽ ചാർജ് ബാക്കിയുണ്ട്, അട്ടിമറി നടന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് തോൽവി സമ്മതിക്കാനുള്ള മടി കൊണ്ടല്ല, മറിച്ച് തന്റെ അഹങ്കാരം മുറിവേറ്റത് കൊണ്ടാണ്. 80 സീറ്റിലേക്ക് തൃണമൂലിലെ ജനം ഒതുക്കിയെങ്കിൽ അതിനർത്ഥം നിങ്ങളെ അവർക്കിനി വേണ്ട എന്നാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിവേകം പോലും ആ കസേരമോഹം ഇല്ലാതാക്കി കളഞ്ഞു. അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ നോക്കുന്ന ഈ നിലപാട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കലാണ്. ബംഗാൾ എൻ്റെ കയ്യിലാണ് എന്ന അഹങ്കാരത്തിന് മുന്നിൽ സാധാരണക്കാരൻ തൻ്റെ വിരലിലെ മഷി കൊണ്ട് വരച്ച വരയാണിത്. ഈ തിരിച്ചടി കണ്ടെങ്കിലും ആ കസേരയിൽ നിന്ന് മാന്യമായി എഴുന്നേറ്റ് പോകാൻ ദീദി തയ്യാറാകുമായിരിക്കും എന്ന് BJP പറയുന്നത്. അഹങ്കാരത്തിന്റെ ആയുസ് ജനവിധി വരുന്നത് വരെ മാത്രമാണ്. ആ വിധി വന്നു കഴിഞ്ഞു. ഇനി പടി ഇറങ്ങുകയല്ലാതെ ദീദിക്ക് മുന്നിൽ വേറെ വഴികളില്ല. ബംഗാളിന്റെ മണ്ണിൽ ഈ മാറ്റം വെറുതെ ഉണ്ടായതല്ല. ഇത് നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിന്റെയും അമിത്ഷാ എന്ന ചാണക്യന്റെയും പരിശ്രമത്തിന്റെ ഫലമാണ്. ദീദിയുടെ ഗുണ്ടാവിളയാട്ടത്തെയും ഭീഷണികളെയും ഭയപ്പെടാതെ ബംഗാളിലെ സാധാരണക്കാർക്ക് ആത്മവിശ്വാസം നൽകാൻ മോദിജിക്ക് സാധിച്ചു. മോദിയുടെ വികസന രാഷ്ട്രീയത്തിന് മുന്നിൽ ദീദിയുടെ ഈ രാഷ്ട്രീയം തകർന്നടിയുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. കേന്ദ്രത്തിൽ മോദിജി നടത്തുന്ന വികസന വിപ്ലവം ബംഗാളിലും വേണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു. അതിന്റെ ഫലമാണ് ഈ 207 സീറ്റുകൾ. പിന്നെ അമിത്ഷാ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ചാണക്യൻ. ഓരോ ചുവടും കൃത്യമായി അളന്നു മുറിച്ച് തൃണമൂലിന്റെ ഓരോ കോട്ടകളിലും വിള്ളലുണ്ടാക്കാൻ അമിത്ഷായ്ക്ക് സാധിച്ചു. ദീദി തന്റെ അഹങ്കാരത്തിൽ മയങ്ങിക്കിടന്നപ്പോൾ താഴെ തട്ടിൽ BJPയുടെ വിജയക്കൊടി പാറിക്കാനുള്ള തന്ത്രങ്ങൾ അമിത്ഷാ മെനയുകയായിരുന്നു. അമിത്ഷായുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ദീദിയുടെ തന്ത്രങ്ങളൊക്കെ വെറും കടലാസ് കൊട്ടാരങ്ങൾ പോലെ തകർന്നു വീണു. ഈ പോരാട്ടത്തിലെ ഏറ്റവും വലിയ ഹീറോ സുവേന്ദു അധികാരിയാണ്. ദീദിയുടെ അഹങ്കാരത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ നിന്ന് തന്നെ അവർക്കെതിരെ പട നയിച്ച വീരൻ. ബംഗാളിന്റെ മണ്ണ് ആർക്കും അടിയറവ് വെക്കാനുള്ളതല്ലെന്ന് സുവേന്ദു തെളിയിച്ചു. മമതയുടെ കണ്ണിലെ കരടായി അവരുടെ ഓരോ ഭീഷണികളെയും നെഞ്ചുവിരിച്ച് നേരിട്ട BJPയെ വിജയത്തിലേക്ക് നയിക്കാൻ സുവേന്ദു കാണിച്ച ആർജവം വാക്കുകൾക്കും അതീതമാണ്. സുവേന്ദു അധികാരിയെ പോലുള്ള പോരാളികൾ ഉള്ളിടത്തോളം കാലം ബംഗാളിൽ ഇനി ദീദിയുടെ അഹങ്കാരം നടപ്പില്ല. മോദിയുടെ നേതൃത്വവും അമിത്ഷായുടെ തന്ത്രങ്ങളും സുവേന്ദുവിന്റെ പോരാട്ട വീര്യവും ഒത്തുചേർന്നപ്പോൾ ബംഗാളിൽ വസന്തം വിരിഞ്ഞു. ഇനി അവിടെ ആക്രമണത്തിൻ്റെതല്ല, വികസനത്തിന്റെ കാലമാണ്. ഈ കരുത്തന്മാരോടാണ് നിങ്ങൾ മൂടന്ത ന്യായങ്ങളുമായി കളിക്കുന്നത്. ഇത് പഴയ ഭാരതമല്ല, ഇത് മോദിയുടെ പുതിയ ഭാരതമാണ്. ഇവിടെ അഹങ്കാരത്തിന് സ്ഥാനമില്ല, ജനസേവനത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.